ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ കർശനമായി നടപ്പാക്കപ്പെടണമെന്നും പ്രധാനമന്ത്രി. രാജ്യത്തെ 3 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. US ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് പുറത്ത്. പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യം പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തിന് ഏറെ ആശങ്കയുണ്ടാക്കുന്ന വിഷയമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സുരക്ഷയ്ക്കായി രാജ്യത്ത് നിരവധി കർശന നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എന്നാൽ അത് കൂടുതൽ സജീവമാകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം കേസുകളിൽ എത്ര വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നുവോ അത്രയും വേഗത്തിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ജില്ലാ ജുഡീഷ്യറിയുടെ ദ്വിദിന ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സുപ്രീം കോടതിയുടെ 75 വർഷം ജനാധിപത്യത്തിന്റെ മാതാവെന്ന നിലയിൽ ഇന്ത്യയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. 75 വർഷത്തെ സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെയും അതിന്റെ ഭരണഘടനാ മൂല്യങ്ങളുടെയും യാത്രയാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്തെ 3 വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്യും. മീററ്റ്, ലക്നൌ, മധുര, ബംഗളൂരു, ചെന്നൈ, നാഗർകോവിൽ എന്നീ 3 പാതകളിലാണ് പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് ആരംഭിക്കുന്നത്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾക്കിടയിൽ അതിവേഗത്തിലുള്ള മികച്ച യാത്രാ സൗകര്യം സാധ്യമാക്കുന്നതാണ് സർവീസുകൾ. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. യാത്രക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ആഗോള നിലവാരത്തിലുള്ള വിമാനത്താവള അനുഭവം ഒരുക്കാൻ ലക്ഷ്യമിട്ട് സിയാൽ നടപ്പാക്കിയിട്ടുള്ള പുതിയ പദ്ധതിയാണ് 0484 എയ്റോ ലോഞ്ച്. ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളുടെ സമീപത്താണ് ലോഞ്ച്. യാത്രക്കാർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ലോഞ്ച് സൗകര്യം ഉപയോഗിക്കാം. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകൾ. പകരം TP രാമകൃഷ്ണന് ചുമതല നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ LDFO, CPIM നേതൃത്വമോ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനമെന്നാണ് സൂചന. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ നിൽക്കാതെ EP ജയരാജൻ കണ്ണൂരിലേക്ക് മടങ്ങിയിരുന്നു. വിഷയം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് സൂചന. PK ശശിക്കെതിരെയും മുകേഷിനെതിരെയുമുള്ള ആരോപണങ്ങളിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും. ഇന്ന് വൈകുന്നേരം 3:30 CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. LDF കൺവീനർ EP ജയരാജനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. EP ത്യാഗപൂർണമായി ഒഴിയുകയല്ലെന്നും കേരളത്തിലെ CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചതിന്റെ തെളിവാണ് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെന്നും VD സതീശൻ പറഞ്ഞു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ആ കാരണം ചൂണ്ടിക്കാട്ടി EPക്കെതിരെ നടപടി സ്വീകരിച്ചതെന്നറിയില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് കസബ പോലീസ് കേസെടുത്തു. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത്. ബംഗളൂരുവിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ഗ്രാമപഞ്ചായത്തിൽ വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് ഇനി രജിസ്ട്രാർക്ക് മുന്നിൽ ഓൺലൈനായി ഹാജരായി വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് മന്ത്രി MP രാജേഷ് അറിയിച്ചു. നേരിട്ട് ഹാജരാകണമെന്ന നിബന്ധനയിലാണ് ഇളവ് നൽകുന്നത്. ഇതിനുള്ള ചട്ടഭേദഗതി ഉടൻ കൊണ്ടുവരുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2019 കോവിഡ് സാഹചര്യത്തിൽ വിദേശത്തുള്ളവർക്ക് വിവാഹ രജിസ്ട്രേഷന് ഓൺലൈനിൽ ഹാജരാകാൻ പ്രത്യേകം ഉത്തരവിറക്കിയിരുന്നു. കേരള പോലീസ് അസോസിയേഷൻ 37ാമത് സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് തുടങ്ങി. ഈരയിൽക്കടവിലെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയ ശേഷം മന്ത്രി GR അനിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന പൊതുസമ്മേളനത്തോടെ സമ്മേളനം സമാപിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം
നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. നഗരപ്രദേശങ്ങളിലെ അടിസ്ഥാന വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച അടൽ മിഷൻ ഫോർ റെജുവിനേഷൻ ആൻഡ് അർബൻ ട്രാൻസ്ഫോർമേഷൻ അഥവാ അമൃത് പദ്ധതിയിൽ കേരളത്തിൽ കൂടുതൽ തുക ചെലവഴിച്ച ജില്ലയായി മാറുകയാണ് കണ്ണൂർ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. അമൃത് പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിൽ 244 കോടി 67 ലക്ഷം രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. 144 കോടിയുടെ കുടിവെള്ള വിതരണ പദ്ധതി, 40 കോടിയുടെ മലിനജല സംസ്കരണ പദ്ധതി, 15 കോടി 86 ലക്ഷം രൂപയുടെ നഗര ഗതാഗത സംവിധാനം വികസിപ്പിക്കൽ, 4 കോടി 84 ലക്ഷം രൂപയുടെ പാർക്ക് നവീകരണം, 5 കോടി 70 ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പയ്യാമ്പലത്തെ പുലിമുട്ട് നിർമ്മാണം എന്നിവയാണ് പൂർത്തിയായത്. ആകെയുള്ള 40 പ്രവൃത്തികളിൽ 35 എണ്ണവും പൂർത്തിയായി. 6 കോടി 35 ലക്ഷം രൂപ ചെലവഴിച്ച് ജില്ലയിലെ 15 കുളങ്ങളാണ് നവീകരിക്കുന്നത്. അമൃത് 1-ൽ 24 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി പൂർത്തിയാകാനുണ്ട്. മലിനജല പദ്ധതിയിൽ വീടുകളിൽ കണക്ഷൻ നൽകുന്ന 2 കോടിയുടെ പദ്ധതിയും ബാക്കിയുണ്ട്. അമൃത് 2-ലും സംസ്ഥാനത്ത് കണ്ണൂർ ജില്ലയാണ് മുന്നിൽ. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചത്. അറബിക്കടലിലെത്തിയ ന്യൂനമർദ്ദത്തെ തുടർന്നാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത്. മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിംഗ് അല്പസമയത്തിനകം ചലച്ചിത്ര നടനും KCL ബ്രാൻഡ് അംബാസഡറുമായ മോഹൻലാൽ തിരുവനന്തപുരത്ത് നിർവഹിക്കും. KCL ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ അനാവരണം ചെയ്യും. അടുത്ത മാസം 2 മുതൽ 18 വരെ തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് KCL നടക്കുന്നത്. ചടങ്ങിന് ശേഷം ശ്രീ മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്ന് റിപ്പോർട്ടുണ്ട്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനും സെർബിയൻ താരവുമായ നൊവാക് ജോക്കോവിച്ച് 3-ാം റൌണ്ടിൽ പുറത്തായി. ഓസ്ട്രേലിയയുടെ അലക്സി പോപ്പറിനോടാണ് ജോക്കോവിച്ച് തോൽവി വഴങ്ങിയത്. 1-3 സെറ്റുകൾക്കാണ് ഓസീസ് താരത്തിന്റെ ജയം. നേരത്തെ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ് 2-ാം റൌണ്ടിൽ പുറത്തായിരുന്നു. അതേസമയം US ഓപ്പൺ ടെന്നീസ് പുരുഷ ഡബിൾസിൽ ഇന്ത്യ ഓസ്ട്രേലിയൻസ് ജോഡികളായ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യം പ്രീ ക്വാർട്ടറിൽ കടന്നു. സ്പാനിഷ് അർജന്റീനൻ ജോഡിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇരുവരുടെയും പ്രീ ക്വാർട്ടർ പ്രവേശം. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യൂക്കി ഭാംബ്രിയും ഫ്രഞ്ച് പങ്കാളി ആൽബാനോ ഒലിവിറ്റിയും 3-ാം റൌണ്ടിൽ പ്രവേശിച്ചിട്ടുണ്ട്. പാരീസ് പാരാലിമ്പിക്സ് 3-ാം ദിനത്തിലും മെഡൽ പ്രതീക്ഷയോടെ ഇന്ത്യ. അത്ലറ്റിക്സിൽ ഇന്ന് രാത്രി നടക്കുന്ന ജാവലിൻ ത്രോ ഫൈനൽ മത്സരത്തിൽ പർവീൻ കുമാർ ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. പാരാഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിംഗ് SH-1 യോഗ്യതാ റൌണ്ടിൽ സ്വരൂപ് മഹാവീർ ഉൻഹാൽക്കർ ഇന്ന് മത്സരിക്കും. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ SH-1 കാറ്റഗറി യോഗ്യതാ റൌണ്ടിൽ റുബീന ഫ്രാൻസിസും ഇന്നിറങ്ങും. ഡ്യൂറൻ കപ്പ് ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. കൊൽക്കത്ത സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 5:30-നാണ് കിരീട പോരാട്ടം. കോഴിക്കോട് ജില്ലയിലെ KSEBയുടെ അധീനതയിലുള്ള കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിൽ ജലനിരപ്പ് 755.5 മീറ്ററിലെത്തി. ഇത് ഡാമിലെ ബ്ലൂ അലർട്ട് ലെവലാണ്. ഡാമിലെ അധിക ജലം താഴേക്ക് ഒഴുക്കി വിടുന്നതിനുള്ള പ്രാരംഭ നടപടികളുടെ ഭാഗമായി ആദ്യഘട്ട മുന്നറിയിപ്പാണ് ബ്ലൂ അലർട്ട്. മികച്ച വിദ്യാഭ്യാസത്തിലൂടെയും പരമ്പരാഗത തൊഴിൽ ശാക്തീകരണത്തിലൂടെയും മാത്രമേ പിന്നാക്ക വിഭാഗങ്ങൾക്ക് പുരോഗതി കൈവരിക്കാനാകൂവെന്ന് മന്ത്രി OR കേളു. പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹ്യകിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെയും മറയൂർ മധുരം ശർക്കരയുടെ വിപണനത്തിന്റെയും ഉദ്ഘാടനം കാന്തല്ലൂരിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ പദ്ധതികൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രമോട്ടർമാർ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4-ാം നൂറുദിന പരിപാടിയുടെ ഭാഗമായുള്ള ജില്ലാതല അദാലത്ത് അടുത്ത മാസം 6-ന് കോഴിക്കോട് നടക്കും. 7-ന് കോർപ്പറേഷൻ തല അദാലത്തും സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും കുട്ടികളുടെ സുരക്ഷയും സമൂഹത്തിൽ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ കർശനമായി നടപ്പാക്കപ്പെടണമെന്നും പ്രധാനമന്ത്രി. രാജ്യത്തെ 3 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. US ഓപ്പൺ ടെന്നീസിൽ നിലവിലെ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് പുറത്ത്. പുരുഷ ഡബിൾസിൽ രോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യം പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.